ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റിയും ഉണ്ടാക്കാൻ വളരെ ഈസിയുമായ പർദ ഗോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു അറബിക് ഡിഷാണ്. നമുക്കിനി റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 250 ml കപ്പ് കൊണ്ട് 3 കപ്പ് മൈദയാണ്. ഈ 3 കപ്പ് മൈദ ഉപയോഗിച്ച് നമുക്ക് 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 സ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് 3 സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള 2 സ്പൂൺ പഞ്ചസാരയും ചേർത്തു. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടിലുള്ള പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ പാലിന് പകരം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളവും ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ മിക്സ് ചെയ്യുന്നതിന് പകരം നമുക്കിത് മിക്സിയിലും അടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് മിനിമം 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈസ്റ്റും നന്നായി പതഞ്ഞു പൊങ്ങി റെഡിയായി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഈ മൈദയിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ ഉപ്പാണ് ഞാനിതിൽ ചേർത്തത്. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈ ഈസ്റ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്താണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചും കുഴച്ചെടുക്കാം. ഇനി നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നനവ് പാകമായി വരുന്നതിനനുസരിച്ച് വെള്ളമോ പാലോ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. ഈ ടൈമിൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് 5 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇത് 5 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ മാവ് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഇത്തിരി സ്റ്റിക്കി ആയിരിക്കുന്ന വിധത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി 1 സ്പൂൺ ഓയിലെടുത്ത് ഇതിന് മുകളിൽ നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നനവുള്ളൊരു തുണി ഉപയോഗിച്ച് ഇതൊന്ന് പൊതിഞ്ഞ് വെക്കണം. ഇനി നമുക്കിത് മിനിമം 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 3/4 കിലോ മട്ടനാണ്. ഈ മട്ടന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഏതും ഉപയോഗിക്കാം. നമ്മൾ മീറ്റ് എടുക്കുമ്പോൾ എല്ല് ചേർന്ന ഭാഗങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ചേർക്കുന്ന മസാലകളും നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. പുളിക്ക് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ വിനീഗർ. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ഈ ചേർത്ത മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മന്തിയുടെ മസാലയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്നു. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലല്പം വെള്ളം ബാലൻസ് ഉണ്ട്. ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകൾ റെഡിയാക്കാം. ഇനി ഇതിലേക്ക് വലിയൊരുണ്ട വെള്ളുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വന്നതിലേക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ റെഡിയായി. ഇതിൽ നിന്ന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മട്ടനും ചേർത്തു. ഇനി നമുക്കിത് 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും അല്പം മല്ലിയിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം.
ഇനി ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ സവാള വേണം. ആ സവാള ഞാൻ മുറിച്ചെടുത്തതിന് ശേഷം ഒന്ന് അടർത്തിയെടുത്തു. ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഇനം തക്കാളിയും 3 കളറിലുള്ള ക്യാപ്സിക്കവും അല്പം കാന്താരിമുളകുമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഇനം തക്കാളി ഇല്ലെങ്കിൽ വലിയ തക്കാളി എടുത്ത് ഒന്ന് ചെറുതായി മുറിച്ചെടുത്താൽ മതി. ക്യാപ്സിക്കവും കാന്താരിമുളകും ഞാൻ മുറിച്ചെടുത്തു. ഇത് ചെറിയ ഇനം തക്കാളി ആയതുകൊണ്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇപ്പം 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു. ഇനി നമുക്കിതൊന്ന് ചെറുതായി കുഴച്ചെടുക്കണം. ഇപ്പം ഇത് കുഴച്ചെടുത്തു. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഇപ്പം ഇത് 4 എണ്ണം ഉണ്ടാക്കാനുള്ള 4 ഉരുളകളാക്കിയെടുത്തു. ഇനി ഇതിലെ ഓരോ ഉരുളയും നമുക്ക് പകുതിയാക്കിയെടുക്കണം. ഇതിന് നമ്മൾ എടുക്കുന്ന ഓരോ ഉരുളയും 2 സ്റ്റെപ്പുകളായിട്ടാണ് വരിക. അതുകൊണ്ടാണ് നമ്മളിത് പകുതിയാക്കി എടുക്കുന്നത്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിൽ അല്പം ഓയിൽ പുരട്ടിയെടുക്കണം. ഇനി ഇത് എണ്ണ പുരട്ടി നമുക്ക് ഓരോ ഉരുളയും പരത്തിയെടുക്കണം. പരത്തിയെടുത്ത 2 എണ്ണവും ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിന് മുകളിൽ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന സവാളയും ഗ്രീൻ ചില്ലിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന മട്ടൻ മസാലയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാപ്സിക്കവും തക്കാളിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. താല്പര്യമുള്ളവർക്ക് ഇതിന് മുകളിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർക്കാം. ഞാനിത് മട്ടൻ ആയതുകൊണ്ട് ഇതിന് മുകളിൽ ബട്ടറും നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു ഉരുള കൂടി പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പരത്തിയതിനേലും വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി നമ്മൾ പരത്തിയെടുത്ത റൊട്ടി ഇതിന് മുകളിൽ വെച്ച് സൈഡൊക്കെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. ഈ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിന് മുകൾ ഭാഗത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 എണ്ണം ഞാനിവിടെ റെഡിയാക്കിയെടുത്തു. ഇനി ഇതിന് മുകളിൽ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതൊന്ന് പുരട്ടി കൊടുക്കണം. ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിൽ ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇത് പുരട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നന്നായി ആവും വിധത്തിൽ പുരട്ടിയെടുക്കണം. ഇനി ഇത് പുരട്ടിയെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഓരോ ടീസ്പൂണ് 2 കളറിലുള്ള എള്ള് ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ എള്ള് തീർന്നിരിക്കുന്നതുകൊണ്ട് ഇതിലിപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. എള്ള് ചേർത്തുണ്ടാക്കിയാൽ ഇത് കാണാനെല്ലാം നല്ല ഭംഗിയാണ്. ഞാൻ മുന്നേ എള്ള് ചേർത്തുണ്ടാക്കിയതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. 150 ഡിഗ്രി ചൂടിൽ 5 മിനിറ്റ് ചൂടാക്കിയെടുത്ത ഓവനിലേക്ക് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തു. ഇനി ഇത് 30 തുടങ്ങി 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ചില ഓവനിൽ ടൈമിൽ വ്യത്യാസം വരും. ഇത് നമുക്ക് ഓവനിലല്ലാതെ അടുപ്പിൽ വെച്ചും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ കുക്കറിലും പാനിലൊക്കെ വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പർദ ഗോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് വരുന്നത്. വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.